ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് സ്വാഗതം. ഞാൻ ഗുഡ് ഈവനിങ് പറഞ്ഞാലും ഇപ്പോൾ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഏകദേശം നാട്ടിലെ 11:30 ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് ലാസ്റ്റ് ഞാൻ ലെവൽസ് ഞാൻ വേറൊരു വീഡിയോ ചെയ്തതിൻ്റെ കൂടെ ഞാൻ അവസാനം ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഉച്ചയ്ക്ക് എനിക്ക് വൈകുന്നേരം ചില പരിമിതികളുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ രാവിലെ തന്നെ ഇത് ചെയ്യുന്നത്. ബട്ട് ഞാൻ ആ ലെവൽസ് ഇതിൻ്റെ കൂടെ തന്നെ അവസാനം ഞാൻ ആഡ് ചെയ്തിട്ട് മാത്രമേ ഇത് പോസ്റ്റ് ചെയ്യത്തുള്ളൂ. ലെവൽസ് അവസാനം കാണും, പേടിക്കണ്ട. അപ്പോൾ ഞാനിത് ഇതിപ്പം ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം, ഇപ്പോൾ ലൈവ് മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. മാർക്കറ്റ് നല്ല ഒരു ഫോള് നമുക്ക് തന്നു. അപ്പം എന്താ സംഭവിച്ചത്, നമ്മൾ ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ലെവൽസ് ഒന്നും മാറ്റില്ല. കഴിഞ്ഞ ദിവസത്തെ ലെവൽസ് ഇന്നത്തെ ലെവൽസും എല്ലാം ഒരേ ലെവൽസ് തന്നെയാണ്. അപ്പോൾ ഇന്നലത്തെ മാർക്കറ്റ് എങ്ങനെയാണ്, എവിടെയാണോ ഓപ്പൺ ചെയ്ത് അവിടെ തന്നെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇന്ന് മാർക്കറ്റും അതേ സെയിം പോയിന്റിലാണ്, അത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് മാർക്കറ്റിന് നൽകിയത്. അപ്പോൾ ആ ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നപ്പോൾ തന്നെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊരു എംഒ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പണിങ്ങിൽ തന്നെ നിങ്ങൾക്കൊരു PE ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ട്രൈ ചെയ്യുന്നവർക്ക് ഒരു നല്ല ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ വന്നപ്പം നമ്മൾ ഇവിടുന്ന് ഒരു PE എടുത്തു. അതായത് ഇത് ഫസ്റ്റ് ക്യാൻഡിൽ, ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഇതാ അല്ലേ. ഈ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ വന്നു, താഴെ വന്ന് റിവേഴ്സ് ചെയ്തപ്പം നമ്മൾ ഇവിടുന്ന് ഒരു PE കോൾ എടുത്തു. കാരണം മാക്സിമം നമുക്ക് ഇവിടുന്ന് കിട്ടത്തുള്ളൂ. കാരണം മാർക്കറ്റ് പൊട്ടും എന്നുള്ള കാര്യം കൺഫേമാണ് ഇല്ലേ. ഇങ്ങനെയുള്ള സിനാരിയോയിൽ ഇങ്ങനെയുള്ള ചാൻസ് നമുക്ക് വൺസ് ഇൻ എ വൈൽ വളരെ അപൂർവമായിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. ഒരു ട്രെൻഡ് കൺഫർമേഷൻ. നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ നമ്മുടെ ട്രെൻഡ് കൺഫേംഡ് ആയിരുന്നു, മാർക്കറ്റ് പൊട്ടും എന്നുള്ള കാര്യം കൺഫേംഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ, ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം, ആദ്യമേ തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ഒരു PE കണ്ണുടച്ചെടുക്കാം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ AMO പ്ലേസ് ചെയ്തവരുണ്ട്, അല്ലാതെ ഓപ്പൺ എടുത്തവരുണ്ട്. ഇനി കിട്ടിയപ്പോൾ തന്നെ ഞാൻ എടുത്തിരുന്നു. അപ്പം നമുക്കൊരു ട്രെൻഡ് കൺഫർമേഷൻ നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് എത്രത്തോളം മാക്സിമം റിവേഴ്സ് ചെയ്യുന്നു ആ റിവേഴ്സ് പോയിന്റിൽ നമുക്കൊരു ഒരു കോൾ എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ റിവേഴ്സ് പോയിന്റ് വന്നപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്ത് നമുക്ക് ഏകദേശം ഒരു 13 നമ്മൾ എടുത്തത് 13,200 13,200 ഏകദേശം നമുക്കൊരു 78 രൂപയ്ക്ക് നമുക്കിവിടെ കിട്ടി. ഓക്കെ, 78 രൂപയ്ക്ക് കിട്ടി. അതിന് ശേഷം അത് ഏകദേശം ഞാനാണെങ്കിൽ ഒരു 110 രൂപ ബുക്ക് ചെയ്തു. അപ്പോൾ 100-ൽ 90-ലും 100-ലും 110-ലും ഒക്കെ ബുക്ക് ചെയ്ത ആൾക്കാരുണ്ട്. എനിവേ ഞാൻ 110 ബുക്ക് ചെയ്തു. ഇപ്പം അത് ഓടിക്കൊണ്ടിരിക്കുന്നത് എത്രയാണെന്ന് ജസ്റ്റ് ഞാൻ നോക്കിക്കോട്ടെ. ഇപ്പം അത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, 110 115 റേഞ്ചിലാണ് മാർക്കറ്റ്. ഇത്ര അതിൻ്റെ ഇവിടുന്ന് ചെറിയ റിവേഴ്സൽ വന്നു. എനിവേ, അപ്പോൾ നമ്മൾ ഒറ്റ ട്രേഡ് നമ്മൾ എടുത്തുള്ളൂ. ആ ട്രേഡ് നമ്മൾ ഇന്നത്തെ ട്രേഡ് അവസാനിപ്പിച്ചു ഇല്ലേ. ഒരു ലോട്ടിൽ നമുക്ക് ഏകദേശം ഒരു 30-40 പോയിന്റ് നമുക്ക് സുന്ദരമായിട്ട് കിട്ടി. ഏകദേശം 130 വരെ അത് പോയിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ഈ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത്, സെക്കൻഡ് ടാർഗറ്റ് ചെയ്ത്, ഇനി അടുത്ത മണിക്കൂറുകളിൽ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് ഇതായിരിക്കും 13,081. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞത് 13,200 താഴെ പോകാൻ സാധ്യത ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ അത്രയ്ക്ക് നല്ല സെൽ ഓഫ് ആണ്. കാരണം നമ്മുടെ ഇൻഡെക്സിനകത്തിലെ വെയിറ്റേജ് സ്റ്റോക്കായ 2 പെർസിസ്റ്റൻ്റ് സിസ്റ്റവും കോഫോർജും, ഈ 2 നല്ല സെൽ ഓഫാണ്. കാരണം അമേരിക്കൻ മാർക്കറ്റിൽ നാസ്ഡാക്കിൽ അവിടെ ടെക്നോളജി സ്റ്റോക്കിൽ നല്ലൊരു സെൽ ഓഫ് വന്നിരുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ നമ്മളത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2 ഹെവി ഇൻഡെക്സ് വെയ്റ്റിന് സെൽ ഓഫ് വന്നുകൊണ്ടാണ് ഇത്രത്തോളം മാർക്കറ്റ് പൊട്ടാനുള്ള കാര്യം. അപ്പം മാർക്കറ്റ് നമ്മുടെ 2 ടാർഗറ്റ് ഓൾറെഡി കംപ്ലീറ്റ് ആയില്ലേ. ഇനി ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്യുക ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്, ലൈവ് മാർക്കറ്റാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മാർക്കറ്റ് തിരിച്ച് കയറിപ്പോകുമെന്ന് വിചാരിക്കുന്നില്ല. മാക്സിമം പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് വരെ പോകാൻ സാധ്യത ഉള്ളൂ കണ്ടിട്ട്. അപ്പം അവിടുന്ന് പിന്നെ തിരിച്ചൊരു റിവേഴ്സൽ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. മാർക്കറ്റ് തിരിച്ച് കയറുമോ ഇല്ലെന്നുള്ള കാര്യം അടുത്ത മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇപ്പം തൽക്കാലം ആദ്യത്തെ ഒരു പാർട്ട് ഞാൻ ചെയ്തു വെക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് മാർക്കറ്റ് തീർന്നതിന് ശേഷം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ലെവലുകളും ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ സിനാരിയോ. കാരണം ഇന്ന് രാത്രിയിലെ FOMC മീറ്റിങ്ങിൻ്റെ റേറ്റ് കട്ട് ഡിസിഷൻ വരുന്ന ദിവസമാണ്. അപ്പോൾ ആ റേറ്റ് കട്ട് ഡിസിഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. 25 ബേസിസ് പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ
മാർക്കറ്റ് പൊട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഓക്കെ, 50 ബേസ് പോയിൻ്റ് ആണെങ്കിൽ മാർക്കറ്റ് പറക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്താണെന്നുള്ളൊരു അൺസർട്ടനിറ്റി മാർക്കറ്റിലുള്ളതുകൊണ്ട് കഴിവതും അവസാന നിമിഷം മാർക്കറ്റിൽ ആൾക്കാർ പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. എല്ലാവരും പൊസിഷൻ അവർ എക്സിറ്റായി ഫ്രീ ഹാൻഡായിട്ട് ഇരിക്കാനേ അവർ ശ്രമിക്കത്തുള്ളൂ. കാരണം ഇല്ലെങ്കിൽ എങ്ങോട്ടൊരു ഒരു വയലൻ്റ് മൂവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് നഷ്ടം വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ ഓപ്ഷൻ ബേസ് വളരെ ചുരുക്കമാണെങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സാണ് മാർക്കറ്റിൽ കൂടുതൽ, അവരാണ് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയോയിൽ പിന്നെ സെല്ലേഴ്സ് അവരവരുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് അവർ ഫ്രീ മൈൻഡായിട്ട് ഇരിക്കും. അങ്ങനെ ആകുമ്പോൾ മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇനി നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. അപ്പോൾ ഹായ്, അപ്പം നമ്മൾ രണ്ടാമത്തെ സെഷനിലോട്ട് വന്നു. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ആയി. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 2 ടാർഗറ്റ് ഹിറ്റായി അല്ലേ. ഹിറ്റായതിനു ശേഷം വീണ്ടും അവിടുന്ന് ചെറിയൊരു റിവേഴ്സൽ. ഈ റിവേഴ്സൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്താലും മാർക്കറ്റ് തിരിച്ച് താഴോട്ട് തന്നെ വരുള്ളൂ എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഫസ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് കേട്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് അതുപോലെ തന്നെ അവിടുന്ന് റിവേഴ്സ് ചെയ്തതിനു ശേഷം അവിടുന്ന് ഒരു നല്ല ഫോൾ താഴോട്ട് നമുക്ക് കിട്ടി. ഏകദേശം ഞാനാണെങ്കിൽ ഒരു 13,000 ഒരു ടെസ്റ്റ് ഡോസിന് വേണ്ടിയിട്ട് 32 രൂപയ്ക്ക് എനിക്ക് കിട്ടിയായിരുന്നു. അത് ഞാൻ ഇറങ്ങിയത് ഏകദേശം ഒരു 65 രൂപയ്ക്ക് ഞാൻ ഇറങ്ങി. ഏകദേശം ഇട്ട പൈസ ഡബിളായി നമുക്ക്. അപ്പൊ അതുപോലൊരു ഭീകരമായ സെല്ലിംഗ് ആണ് വന്നത്. അപ്പൊ ഞാൻ ഇത് ഓൾറെഡി ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, നമുക്ക് നമ്മുടെ ഇൻഡെക്സിന്റെ അകത്തിലെ 2 ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളാണ് പിന്നെ പെർസിസ്റ്റന്റ് സിസ്റ്റം കോഫോർജ്. ഇത് രണ്ടുമായിരുന്നു അണ്ടർ പെർഫോം ചെയ്തത്. കാരണം മാർക്കറ്റ് US മാർക്കറ്റിൽ പിന്നെ ഒരു നമ്മുടെ ടെക്നോളജി സ്റ്റോക്കിൽ അസഞ്ചറിന്റെ ഒരു കമന്റ് വന്നത് അവരുടെ പ്രോഫിറ്റ് വരും ദിവസങ്ങളിൽ കുറയും എന്നുള്ളൊരു കമന്റ് വന്നുകൊണ്ടാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. അപ്പൊ അതിന്റെ ഒരു അലവലിയാണ് നമുക്ക് ഇവിടുത്തെ IT സ്റ്റോക്കുകളും കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു 2 സ്റ്റോക്കുകൾ മാത്രമേ ഇത് താഴോട്ട് പിന്നെ സെല്ലിംഗ് പ്രഷർ വന്നുള്ളൂ. ബാക്കിയുള്ളവരോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ഭീകര സെല്ലിങ് നമുക്ക് കാണാമെന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒരു ഭീകരമായ സെല്ലിംഗ് ആണ് കഴിഞ്ഞത്. അതിനുശേഷം നമ്മുടെ സപ്പോർട്ട് വന്നതിന് ശേഷം അവിടുന്ന് മാർക്കറ്റ് തിരിച്ചൊരു റീബൗണ്ട്. അപ്പൊ നമ്മുടെ 3 ടാർഗറ്റ് ഹിറ്റായി അല്ലേ. നമ്മുടെ 3 ടാർഗറ്റ് നമ്മുടെ ഹിറ്റായി. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് ചെറിയൊരു റിവേഴ്സൽ കാണിച്ച് അങ്ങനെയാണ് ക്ലോസ് ആയത് ഇല്ലേ. അപ്പൊ ഇനിയിപ്പം നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ പ്രോഫിറ്റ് ബുക്കിംഗ് അതിൽ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആൾക്കാർക്കുണ്ട്. ഒരു ഓപ്ഷൻ ബയറിന്റെ ഒരു സൈക്കോളജിക്കൽ പ്രശ്നമുണ്ട്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിനകത്ത് നിന്ന് നമുക്ക് ഓപ്ഷൻ ബയറിന്റെ സൈക്കോളജി എങ്ങനെയാന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സമയം കിട്ടുമ്പോൾ നമുക്ക് അത് ചെയ്യണം. അപ്പൊ നാളെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഇന്ന് രാത്രിയിലത്തെ റേറ്റ് കട്ട് ഒരു പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിൽക്കുന്ന മാർക്കറ്റിനോട് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഒരു 13,000 ഒരു ബേസ് ലൈൻ വരച്ചിട്ടുണ്ട്. 13,000. അപ്പൊ അവിടെ വന്നിട്ട് തിരിച്ച് റിവേഴ്സ് ചെയ്യുവോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. ഈ ബേസ് ലൈൻ പൊട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫർദർ മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയണം. ഓക്കെ, എന്ത് സംഭവിക്കുന്നത് ലൈവ് മാർക്കറ്റ് മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. മുകളോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളോട്ട് ഒരു അപ്സൈഡ് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് ഇതിനകത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു ഈ ലൈൻ നോക്കിയാൽ മതി. ഇത് ഓക്കെ, ഇവിടുന്ന് മേലോട്ട് നോക്കിയാൽ മാത്രം മതി. അതിനകത്ത് മാർക്കറ്റ് കയറി നാളെ എന്തായാലും ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് ഈ ലൈൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 2 ടാർഗറ്റ് മാത്രം മതി. ഈ ലൈൻ വേണ്ട, അത് ക്യാൻസൽ ചെയ്തു. ഓക്കെ, മുകളിലത്തേതും വേണ്ട, അതും ക്യാൻസൽ ചെയ്തേക്കാം. കാരണം നമുക്ക് അത്ര വലിയ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല ഇപ്പൊ നിലവിൽ. കാരണം നാളെ ഇങ്ങനെ ഒരു റേറ്റ് കട്ടിന്റെ പ്രശ്നം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ 2 ടാർഗറ്റ് മാത്രം മതി. ഈ നടുക്കത്തെ ഈ ലൈനോട് വേണമെങ്കിൽ നമുക്ക് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കാം. കാരണം എന്തായാലും നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം മാർക്കറ്റ് ഈ ഒരു വൈഡ് റേഞ്ച് തന്നെ നമുക്ക് കൊടുക്കാം. അവിടുന്ന് മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പം നാളെ ആണെങ്കിൽ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ ലെവലുകളൊക്കെ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ഈ വലിയ റേഞ്ച് ഓപ്പൺ ആയിട്ട് കിടക്കട്ടെ. കാരണം മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഫർദർ ലെവൽ മൂവ്മെന്റ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.